ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണിത്. അറബിക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 12 മീറ്റർ വരെ ഉയരമുള്ള കട്ടിയുള്ള ലാറ്ററൈറ്റ് കല്ലു മതിലുകളാൽ കോട്ട ചുറ്റപ്പെട്ടിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്നും 11 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ ഇവിടെ എത്തിച്ചേരാം. ഒരു റെയിൽവേ സ്റ്റേഷനുമുണ്ട് ഇവിടെ. AD 1650 ശിവപ്പ നായ്ക്കറാണ് ഈ കോട്ട നിർമ്മിച്ചത്. കടലിന് അഭിമുഖമായുള്ള കോട്ട ഒരു താക്കോൽദ്വാരത്തിൻ്റെ ആകൃതിയിലാണ്. 40 ഏക്കർ വിസ്തൃതിയിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. അധിനിവേശക്കാരിൽ നിന്നും പ്രതിരോധിക്കാനും പ്രദേശത്തിൻ്റെ വിലയേറിയ സുഗന്ധദ്രവ്യ വ്യാപാരം സംരക്ഷിക്കുവാനുമാണ് ഈ കോട്ട നിർമ്മിച്ചത്. കേലാടി രാജവംശത്തിൽ നിന്ന് പിന്നീട് ഈ കോട്ട ടിപ്പു സുൽത്താൻ്റെയും ബ്രിട്ടീഷുകാരുടെയും നിയന്ത്രണത്തിലായി. ഇതിൻ്റെ അകത്ത് ടോയ്ലറ്റ്, ബേബി കെയർ റൂം, ജെൻസിനും ലേഡീസിനുമുള്ള ഡൈവിംഗ് ഏരിയ എന്നിവയുമുണ്ട്. വൈകുന്നേരമാണ് കോട്ട കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം. വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ നടക്കാൻ വളരെ സുഖം തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് ഒരു ഗേറ്റുണ്ട്, അത് പൂട്ടിയിട്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് വാട്ടർ ടാങ്ക് ആണെന്നാണ് തോന്നുന്നത്. 1791 ടിപ്പു സുൽത്താൻ്റെ മരണശേഷം കോട്ട ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. ഈ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ചുമരുകളുടെ സൈഡിലെല്ലാം ദ്വാരങ്ങൾ കാണാം. നാവിക ആക്രമണങ്ങളിൽ നിന്നും കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം. മുകളിലെ ദ്വാരങ്ങൾ ഏറ്റവും അകലെയുള്ള ശത്രുവിനെയും താഴെയുള്ള ദ്വാരങ്ങൾ ഏറ്റവും അടുത്തുള്ള ശത്രുവിനെയും ആക്രമിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നിന്നും നോക്കുമ്പോൾ അതിമനോഹര കാഴ്ച തന്നെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 130 അടി ഉയരത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വാതിലിലൂടെ ഇനി നമുക്ക് കടലിലേക്ക് ഇറങ്ങാം. ഇതിലെ കുറച്ചു ദൂരം നടന്നാൽ കോട്ടയുടെ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗത്ത് എത്തിച്ചേരാം. കുറച്ചു ദൂരം ഈ വഴിയിലൂടെ നടക്കണം. ഈ ഒരു നടത്തവും വളരെ ഒരു അനുഭൂതി തന്നെയാണ്. കടലിൻ്റെ ഈ കാഴ്ചകൾ ഇത്ര മനോഹരമായത് വൈകുന്നേരമായത് കൊണ്ടാണ്. അവധി ദിവസമല്ലാഞ്ഞിട്ട് പോലും ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. കോട്ടയുടെ ഈ ഒരു ഭാഗത്ത് നിന്നാൽ കടലിൻ്റെ നാനാഭാഗത്തേക്കും നമുക്ക് കാണാം. നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാർക്കും പ്രകൃതി സ്നേഹികൾക്കും വിനോദസഞ്ചാരികൾക്കും മഹത്തായ ഒരു ഭൂതകാലത്തിൻ്റെ മങ്ങാത്ത ഓർമ്മകളുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് ഈ കോട്ട. ഇവിടുത്തെ ബീച്ചുകൾ ശുദ്ധമായ മണലിനും തെളിഞ്ഞ വെള്ളത്തിനും പേരുകേട്ടതാണ്. വിശ്രമത്തിനും പിക്നിക്കിനും തീരത്തിൻ്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും ഈ ബീച്ച് അനുയോജ്യമാണ്. അസ്തമയ സൂര്യനെ നോക്കി ഇവിടെ ഇങ്ങനെ നിന്നാൽ സമയം പോകുന്നതേ അറിയില്ല. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ അവിടെ നിന്നും നമ്മൾ തിരിച്ചു കയറി. ഈ ഭാഗത്ത് കോട്ടയുടെ ഒരുപാട് അവശേഷിപ്പുകൾ കാണാം. നല്ലൊരു കാറ്റ് എപ്പോഴും ഇവിടെയുണ്ട്. ഈ ദ്വാരങ്ങളെല്ലാം നേരെ കടലിലേക്കാണ്. ഇതെല്ലാം തോക്കെല്ലാം ഉപയോഗിച്ച് ശത്രുക്കളെ വെടിവെക്കാനുള്ളതാവാം. വളരെ കൃത്യതയോടെ തന്നെ ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും 400 വർഷം മുമ്പത്തെ ചരിത്രങ്ങൾ ഒരുപാട് പറയാനുണ്ടാകും. ഇവിടെ വലിയൊരു കുളം കാണാം. ഇതിൻ്റെ
അടിയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുമുണ്ട്. എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയില്ല. ഇനി ഈ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്കെല്ലാം കളിക്കാനുള്ള ഏരിയ കൂടിയുണ്ട്. സൂര്യോദയവും സൂര്യാസ്തമയവുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആകർഷണത. സൂര്യാസ്തമയത്തിലെ കാഴ്ചകൾ അതിഗംഭീരം തന്നെയാണ്. അങ്ങനെ അവിടെ നിന്നും നേരെ താഴോട്ടിറങ്ങി. ഇനിയും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സമയം 5:30 കഴിഞ്ഞു. 6 മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും. ഈ കാണുന്ന കെട്ടിടം ആയുധപ്പുരയാണ്. ഇവിടെയാണ് ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്നത്. ഇങ്ങോട്ട് ഇപ്പോൾ പ്രവേശനമില്ല. ഇവിടെയും ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് കിണർ. നെറ്റ് ഇട്ടത് കൊണ്ട് തന്നെ അകത്തെ കാഴ്ചകൾ ശരിക്ക് കാണുന്നില്ല. അത്യാവശ്യം വലിയൊരു കിണർ തന്നെയാണിത്. കോട്ടയിലെ കാഴ്ചകൾ ഇനിയുമുണ്ട് ഒരുപാട് കാണാൻ. പക്ഷേ സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത്. ഇവിടെ വരുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത്രയും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ ഇവിടുത്തെ സ്ഥിരതാമസക്കാരൻ കോട്ടയിലേക്ക് കയറുന്നത് കാണാം. ഒരുപാട് മൈലുകളുണ്ട് ഈ കോട്ടയ്ക്കകത്ത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.